ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് സദ്യ റെസിപ്പീസാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കുറവ് ഇതിനുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നല്ലെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടോ. അപ്പോൾ കടുക് ഉലുവയും പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. കുറച്ച് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം കൂടാതെ നോക്കണേ. ഇനി നാരങ്ങ ചേർക്കുകയാണ്. നാരങ്ങ ഞാൻ സ്റ്റീം ചെയ്ത് നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചതാണ്. കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയൊരു ശർക്കര ചേർക്കുക കേട്ടോ. ചെറിയൊരു ശർക്കര പീസാണ്. ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാരയും ചേർക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. നന്നായി മൂത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കുകയാണ്. പുളി നന്നായി തിളച്ചതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഒഴിക്കുകയാണ്. ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് വെച്ചതാണ്. കുറച്ച് കായം കൂടിയും ചേർത്ത് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ പുളിഞ്ചി റെഡിയായി. ഇനി അടുത്തത് അവിയലാണ്. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം അതിലൊന്നിട്ട് വഴറ്റുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചക്കറി എല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം.
കുറച്ച് തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, ചെറിയ ജീരകം ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കുക. പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ച് വെച്ച തൈര് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒതുക്കി വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി. ഇനി സാമ്പാർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഉള്ളി ചേർക്കുക. ഉള്ളി വഴന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായം എന്നിവ ചേർത്ത് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പച്ചക്കറികളെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളവും ശർക്കരയും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പാറായിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് വയ്ക്കാം. അടുത്തത് കാളനാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ചേന, പച്ചക്കായ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. വെന്ത ശേഷം ഉപ്പിട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഒരുപാട് വെന്തുടയരുത്. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിനു വേണ്ടി തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക് നന്നായിട്ട് അരച്ചെടുക്കുക. അരപ്പൊഴിച്ച് താളിച്ചൊഴിച്ചാൽ കാളൻ റെഡിയായി. അടുത്തത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിനു വേണ്ടി അരിഞ്ഞു വെച്ച പൈനാപ്പിളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക് ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കുക. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഒഴിക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ പൈനാപ്പിൾ മധുരം കുറവാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി അടിച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചൊഴിക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചാൽ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.